പത്രോസിനോടുള്ള യേശു കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ശ്രദ്ധിച്ചോ? ഈ മനുഷ്യനെ ഒരിക്കൽ വിളിക്കുമ്പോൾ ഇദ്ദേഹവും അന്ത്രയോസും കൂടെ വല വീശുകയാണ്. അപ്പോൾ യേശു വിളിച്ചപ്പോൾ തന്നെ വലയിട്ടിട്ട് പുറകെ പോയി. കാരണം എന്താ? വല വീശിയിട്ട് വലിയ ഗുണമൊന്നുമില്ല, ഇവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ അങ്ങനെയൊക്കെ പോയാൽ നിൽക്കാൻ പറ്റൂ? പിന്നെ ഈ മനുഷ്യൻ തിരിച്ച് പഴയ പണിക്ക് പോയി. യേശു കർത്താവ് ഒരിക്കൽ വന്നു. രാത്രി മുഴുവൻ ഇവൻ അധ്വാനിച്ചിട്ട് കിട്ടാത്ത ആ സ്ഥലത്ത് പകല് യേശു കർത്താവ് പറഞ്ഞു, വാ നീ ആഴത്തിലോട്ടൊന്ന് ഇട. നാദാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കാന്ന് പറഞ്ഞ് മനുഷ്യൻ ഇറക്കി. വലിയ മീൻകൂട്ടം കിട്ടി. അന്ന് ഈ മനുഷ്യൻ വഞ്ചിയും വലയും മീനും ഇട്ടിട്ട് യേശുവിനോട് പോയി. പിന്നെ ഒരിക്കലും ഈ മനുഷ്യൻ യേശുവിനെ വിട്ടുപോയില്ല. നിങ്ങൾ ഭാരപ്പെടുന്നത് ഉപജീവന വിഷയമല്ലേ? യേശു മതിയായവനാണ്. ഭാര്യയുടെ വിഷയം, കുഞ്ഞുങ്ങളുടെ കല്യാണ വിഷയം, വിദ്യാഭ്യാസ വിഷയം, എന്ത് വിഷയം നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ അതിൻ്റെ ഉത്തരം ഈ ലോകം തരുന്നതിനേക്കാൾ ബെസ്റ്റായിട്ട് യേശു കർത്താവിൻ്റെ കയ്യിലുണ്ട്. അവനെ പിൻചെല്ലുന്നത് ഭാഗ്യമാണ്. അവൻ്റെ വിളി ഒരു ഭാഗ്യമാണ്. അത് നിരസിക്കരുത്.